വെൽക്കം ടു ഓൾ. വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ഹാബിറ്റ് ടെക്നോളജി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ള ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ നമ്മൾ 3 പ്രിൻസിപ്പിൾസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ യൂണിറ്റി, ബാലൻസ്, എംഫസിസ് ഓർ ഫോക്കസ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്കെയിൽ. The size of all the elements making up the structure have a consistent, pleasing relationship to the structure of each other. The size of the structure be in pleasing proportion to the different object combined with it. അതായത് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിലായിരിക്കണം നമ്മൾ അത് അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ സൈസ് തമ്മിൽ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്പേസിൻ്റെ ഈസ്തെറ്റിക് അപ്പിയറൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ആ അറേഞ്ച്മെൻറ്റ് നമുക്കൊരു പ്ലീസിങ് റിലേഷൻഷിപ്പും തരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ സ്കെയിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കെയിലിന് അനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സും ആയിരിക്കണം നമ്മൾ നമ്മുടെ അവൈലബിൾ ആയ സ്പേസിൽ ചെയ്യേണ്ടത്. കോമൺലി നമ്മൾ സൈസ് ഓഫ് ദി എലമെൻസിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന എല്ലാ എലമെൻറ്റിൻ്റെയും സൈസ് എന്ന് പറയുന്ന ഒരു സ്യൂട്ടബിൾ സ്കെയിലായിരിക്കണം നമ്മൾ എപ്പോഴും ആ സ്പേസിൽ അറേഞ്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്പേസിൻ്റെ ഇസ്തെറ്റിക് അപ്പിയറൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, റിതം. The design principle that suggests connected movement between different parts of a design by using colors, lines, forms or textures also referred to as continuity. അപ്പോൾ ഈ റിതം എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ടും അതായത് കണ്ടിന്യൂറ്റി എന്ന ടേമിലും കൂടി നമ്മൾ റിതത്തെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് ലൈൻസ്, ഫോംസ് അല്ലെങ്കിൽ ടെക്സ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് അത് എന്ത് ചെയ്യും, ഒരു മൂവ്മെൻറ്റ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് കണക്റ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എലമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് തമ്മിലൊരു മൂവ്മെൻറ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ റിതം എന്ന് പറയുന്നത്. സോ റിതം ഈസ് വിഷ്വൽ ഫ്ലോ. ദ ഐ ഷുഡ് ബി ഏബിൾ ടു ഫ്ലോ സ്മൂത്ത്ലി അക്രോസ് ദി റൂം. അപ്പോൾ കോമൺലി റിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷ്വൽ ഫ്ലോ ആണ്. അതായത് ഇങ്ങനെ അടുത്തടുത്തായ ഒബ്ജക്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് മൂലം അത് സ്മൂത്ത്ലി മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ റിതം എന്ന് പറയുന്നത്. റെഗുലർ റിപ്പീറ്റേഷൻ ഓഫ് ലൈൻസ്, ഷേപ്സ് ഓർ കളേഴ്സ് ദാറ്റ് ക്രിയേറ്റ് എ മൂവ്മെൻറ്റ്. അപ്പോൾ റെഗുലർ റിപ്പീറ്റേഷൻ ഓഫ് ദി എലമെൻറ്റ്സ് ആണ് ഈ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ റിതം റെഫർ ടു എ വേ ഓഫ് യൂട്ടിലൈസിങ് ദി ആർട്ട് എലമെൻറ്റ് ടു പ്രൊഡ്യൂസ് the look and feel of rhythmic movement with a visual tempo or beat. അതായത് നമ്മൾ ഈ ഓരോ ആർട്ട് എലമെൻറ്റ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എലമെൻറ്റ്സും ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നതും അനുസരിച്ചായിരിക്കും ഈ റിതം നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ദ റിതം ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ത്രൂ ദ ഫോളോയിങ് മീൻസ്. അപ്പോൾ നമുക്ക് ഈ 2 ടൈപ്സ് മെത്തേഡിലൂടെ നമുക്ക് റിതം അച്ചീവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പീറ്റേഷൻ, ദെൻ പ്രോഗ്രഷൻ. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, സെർട്ടൻ എലമെൻറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് എലമെൻറ്റ്സ്, അതായത് ഒരു എലമെൻറ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻറ്റീരിയർ സ്പേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു റിതമിക് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പം നമുക്ക് അവിടെ റിതം അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അനദർ മെത്തേഡ് എന്ന് വെച്ചാൽ പ്രോഗ്രഷൻ ആണ്. അപ്പോൾ പ്രോഗ്രഷൻ എന്താണെന്ന് നോക്കാം. ഇൻറ്റീരിയർ ഡിസൈൻ എലമെൻറ്റ്സ് പ്ലേസ്ഡ് അക്കോർഡിംഗ് ടു സൈസ് ഫ്രം smaller to bigger ones or perhaps according to the gradient of their colors. അപ്പോൾ പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു കളേഴ്സിൻ്റെ ഗ്രേഡിയൻസ് അനുസരിച്ചോ അതുപോലെ എലമെൻറ്റ്സിൻ്റെ സൈസ് അനുസരിച്ചോ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റിതം അക്കംപ്ലിഷ് ചെയ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന മാനർ, ഇപ്പോൾ സ്മോളർ ടു ബിഗ്ഗർ വൺസ് അല്ലെങ്കിൽ ബിഗ്ഗർ ടു സ്മോളർ വൺ ആണെങ്കിൽ അവിടെ നമുക്കൊരു വിഷ്വൽ ഫ്ലോ നമ്മുടെ കണ്ണിന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ കളറിൻ്റെ ഗ്രേഡിയൻറ്റ് കൂടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ചോ ആണ് നമ്മൾ എലമെൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ 2 മെത്തേഡിലൂടെയാണ് നമുക്ക് റിതം അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ നോക്കാം. പ്രൊപ്പോർഷൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സൈസ് ഓഫ് വൺ പാർട്ട് ടു അനദർ. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ കോമൺലി എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സൈസ് ഓഫ് വൺ പാർട്ട് ടു അനദർ. ഒരു
പാർട്ടിൽ നിന്നും അനദർ പാർട്ടിലേക്കുള്ള സൈസിൻ്റെ റേഷ്യോസിനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി നമ്മൾ സ്കെയിൽ പറഞ്ഞപ്പോൾ സൈസ് ഓഫ് ദി എലമെൻറ്റ്സ് ആണ്, അതായത് ഓരോ ഒബ്ജക്റ്റിൻ്റെയും അത് ബിറ്റ്വീനുള്ള റിലേഷൻഷിപ്പ്, സൈസിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഈ സൈസിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊപ്പോർഷൻ ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ ദ ഫങ്ഷനാലിറ്റി ഓഫ് എ സ്പേസ്. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്പേസിൻ്റെയും ഫങ്ഷനാലിറ്റീനെ ഗ്രേറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ജനറൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്യാൻ ചേഞ്ച് ദ എൻ്റയർ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി റൂം. അപ്പോൾ കോമൺലി ഫങ്ഷനാലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റിൻ്റെയും ജനറൽ സൈസിനെയൊക്കെയാണ് എന്ത് ഈ പ്രൊപ്പോർഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റിൻ്റെ സൈസൊക്കെ ആ റൂമിൻ്റെ എൻ്റെ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈസ്തെറ്റിക്കലി അതിന് വെറൈറ്റി ഫീലിങ്സ് ഒക്കെ തരാൻ വേണ്ടി ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ജനറൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ കളർ, സ്പേസ് ആൻഡ് സ്റ്റൈൽ ഷോ യു ഹൗ ടു ഗെറ്റ് പ്രൊപ്പോർഷൻ റൈറ്റ് എവറി ടൈം. അതുപോലെ തന്നെ കളറും സ്പേസും സ്റ്റൈലും ഒക്കെയാണ് നമുക്ക് ഓരോ ടൈമിലും എങ്ങനെ നല്ല പ്രൊപ്പോർഷൻസ് അച്ചീവ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ കോമൺലി പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ വൺ പാർട്ട് ടു അനദറിൻ്റെ സൈസിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് വെച്ചാൽ കോമൺലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആ സ്യൂട്ടബിൾ സൈസിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ്. When two things different to eye are put side by side, then important of the two become clear to the human mind by comparison. അതായത് കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും വ്യത്യസ്തമായ നമുക്ക് നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് മാനറിലുള്ള ടു ഒബ്ജക്റ്റ് ആണ് എപ്പോഴും സൈഡ് ബൈ സൈഡ് വെക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡിന് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഫീൽ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നേച്ചറുള്ളത് ഏതാണോ അതായിരിക്കും ആ ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് വരിക. ഇതിന് എക്സാമ്പിളായി പറഞ്ഞാൽ കോൺട്രാസ്റ്റിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കോൺട്രാസ്റ്റിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഹൈ ആൻഡ് ലോ, ഡേ ആൻഡ് നൈറ്റ്, റഫ് ആൻഡ് സ്മൂത്ത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കോൺട്രാസ്റ്റിന് എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ പെർട്ടിക്കുലർ നേച്ചറുള്ള ഒന്നിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് നേച്ചറുള്ളത് അടുത്തടുത്ത് വെക്കുക, അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ പോലെ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സെയിം വേ ദ എലമെൻറ്റ്സ് ഓഫ് ഓപ്പോസിറ്റ് ആർ പ്ലേസ്ഡ് ടുഗെദർ ദെൻ ഓപ്പോസിറ്റ് നേച്ചർ ഈസ് കോൺട്രാസ്റ്റ്. അതായത് ഓപ്പോസിറ്റ് നേച്ചറുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്യാച്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കളർ ഓഫ് വാം ഈസ് കൂൾ in interior designing color of wall is cool and carpet color is warm. Also, contrast also used to create focal point. Generally furnitures are kept contrast with the floor. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനുകൾ കോൺട്രാക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും വാളിൻ്റെ കളർ എന്ത് കളറായിരിക്കും? കൂൾ കളറായിരിക്കും, ലൈറ്റ് കളറായിരിക്കും. ബട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്ന കാർപ്പറ്റ് ഫർണിച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും? കോമൺലി ഡാർക്ക് ആൻഡ് വാം കളറായിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോർ ലൈറ്റ് കളറായിരിക്കും, നമ്മൾ ടൈലൊക്കെ എപ്പോഴും ലൈറ്റ് കളറാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ് എപ്പോഴും ഡാർക്ക് കളറായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഫ്ലോറിന് എക്സാക്ട്ലി കോൺട്രാസ്റ്റഡ് ആയി വരുന്ന കളേഴ്സിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ വാൾ കളർ ലൈറ്റ് ആണെങ്കിൽ ആ വാളിൻ്റെ കളറിന് എക്സാക്ട്ലി കോൺട്രാസ്റ്റഡ് ആയി വരുന്ന വാൾ ഫ്രെയിംസും ഡിസൈനിങ്ങും ഒക്കെ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ഒരു ഗുഡ് ഈസ്തെറ്റിക് അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം ഓപ്പോസിറ്റ് നേച്ചറുള്ള എക്സാക്ട്ലി ഡിഫറെൻറ്റ് മാനറിലുള്ള എലമെൻറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹാർമണി. When two or more than two elements of similar nature are in a composition, then it is said to be producing harmony. അതായത് രണ്ടോ അതിലധികമോ സിമിലർ നേച്ചറുള്ള കോമ്പോസിഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കോമ്പോസിഷനിൽ നമ്മൾ രണ്ടോ അതിലധികമോ സിമിലർ നേച്ചറുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഹാർമണി എന്നാണ് പറയുക, അതല്ലെങ്കിൽ ഹാർമണി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഹാർമണി ഈസ് ദ ഗ്രാജുവൽ ചേഞ്ച് എമംഗ് ദ എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സിനിടയ്ക്കുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള, സഡൻ അല്ല, ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈക്ക് കളേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ എനി ടൈപ്പ് ഓഫ് എലമെൻ്റ് ആയിക്കോട്ടെ, അതിൽ വരുന്ന ഗ്രാജുവൽ ചേഞ്ചിനെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. ഹാർമണി ഗീവ്സ് എ സ്മൂത്തിങ് എഫക്റ്റ് ആൻഡ് മെൻ്റൽ കംഫർട്ട്. ഇപ്പോൾ ഹാർമണി നമുക്ക് എന്ത് തരുന്നുണ്ട്? സ്മൂത്തിങ് എഫക്റ്റ് തരുന്നു. അതുപോലെ തന്നെ ഒരു മെൻ്റലി കംഫർട്ട് ആയ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഹാർമണി എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ കളർ, ടെക്സ്ചർ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ടു ക്രിയേറ്റ് ഹാർമണി. അതുപോലെ തന്നെ കളറിനും ടെക്സ്ചറിനും എന്തുണ്ട്? ഹാർമണി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു യൂണിറ്റിയും ഹാർമണിയും ഏകദേശം സിമിലർ വേർഡ് ആണെന്ന്. അതുപോലെ ഹാർമണിയും സെയിം ആണ്, സിമിലർ നേച്ചർ ഉള്ളത് യൂസ് ചെയ്യുന്നതിന് തന്നെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. ഏകദേശം യൂണിറ്റിയും അതുപോലെ തന്നെ ഒന്നുകിൽ സിമിലർ എലമെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുക, അതിനെ നമ്മൾ ഹാർമണി എന്ന് പറയുന്നതും. അത് അല്ലെങ്കിൽ വെറൈറ്റി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാജുവൽ ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. Then harmony, unity and variety. അത് നമുക്ക് നോക്കാം. Harmony result when two aspects, unity and variety are combined. അതുപോലെ തന്നെ യൂണിറ്റിയും വെറൈറ്റിയും കമ്പൈൻഡ് ചെയ്ത് യൂസ് ചെയ്താലും നമുക്ക് അവിടെ ഹാർമണി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ യൂണിറ്റി വിതൗട്ട് വെറൈറ്റി ഈസ് കൺസിഡേർഡ് മോണോട്ടോണസ് ആൻഡ് വെറൈറ്റി വിതൗട്ട് യൂണിറ്റി ഈസ് ഓവർ സ്റ്റിമുലേറ്റിംഗ് ആൻഡ് കൺഫ്യൂസിങ്. ഇപ്പോൾ അതായത് വെറൈറ്റി ഇല്ലാതെ, അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ എല്ലാം സിമിലർ എലമെൻറ്റ്സ് ആയി റിപ്പീറ്റഡ് എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം സിമിലർ നേച്ചർലെസ് ഉള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുക. അവിടുത്തെ ഒരു മോണോട്ടോണസ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് നമ്മൾ യൂണിറ്റി ഇല്ലാതെ വെറൈറ്റിയിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഗ്രാജുവൽ ചേഞ്ചിങ് ഒന്നുമല്ല, ലൈക്ക് എല്ലാം സഡൻ ചേഞ്ച് ആണ് എലമെൻറ്റ്സിൽ വരുന്നതെങ്കിൽ, ലൈക്ക് കളറിലായിക്കോട്ടെ ടെക്സ്ചറിലായിക്കോട്ടെ ഒക്കെ സഡൻ ചേഞ്ചസ് ആണ് വരുന്നതെങ്കിൽ അവിടെ എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് എപ്പോഴും തോന്നുക വെറൈറ്റിയിലുള്ള ഹാർമണി ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുക. ദെൻ വെറൈറ്റി, ഇറ്റ് ബ്രിങ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്റ്റിമുലേഷൻ ടു ഡിസൈൻ, can be subtle as a slight difference in colors, texture and light, can be surprising contrast such as all furniture mixed with contemporary. Excessive variety without some unity will be chaotic, cluttered and confusing. അപ്പോൾ വെറൈറ്റി എപ്പോഴും എന്തായിരിക്കും, ഒരു സ്റ്റിമുലേറ്റിംഗ് ഡിസൈൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. കാരണം ഗ്രാജുവൽ ചേഞ്ച്, ഒരു സിമിലാരിറ്റി ഉള്ള ഒരു എലമെൻറ്റ്സും അവിടെയില്ല, കളർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു വെറൈറ്റി മാനറിലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ചില ബിൽഡിങ്സിലൊക്കെ എന്തായിരിക്കും, കണ്ടംപററി ഡിസൈനിൽ ഓൾഡ് ഫർണിച്ചർ മിക്സ് ചെയ്ത ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണ്, വെറൈറ്റി, ഡിസൈനിൽ വെറൈറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി സോ കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടും ഫീൽ ചെയ്യുന്നത് വെറൈറ്റിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫിഗറും വെറൈറ്റിക്ക് എക്സാമ്പിളാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റിയും വെറൈറ്റിയും കമ്പൈൻ ചെയ്താണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി മാത്രമേ ഉള്ളൂ, യൂണിറ്റി അധികം കമ്പൈൻ ചെയ്യാതെയാണ്.